ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വസുന്ധര ഗൗതമിനെ വിളിച്ച് കാണണമെന്ന് പറയുകയാണ്. നിധിയെ പുറത്തിറക്കാനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ശേഷം ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ശിവാനി കൂടി ഉണ്ടാവും. അങ്ങനെ ശിവാനി ഗൗതം കാണാതിരിക്കാൻ വേണ്ടി മറ്റൊരു ഭാഗത്ത് ഒളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് വസുന്ധരയും ഗൗതമും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഗൗതം വസുന്ധരയോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്? എന്താണെങ്കിൽ നിങ്ങൾ കാര്യം പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ഗൗതം, നീ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചല്ലോ, നീ എങ്ങനെ ഇരുന്നതാണ് ഇപ്പോൾ നിന്നെ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇതിനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? എങ്കിൽ എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഗൗതം പോവാൻ ഒരുങ്ങുമ്പോൾ വസുന്ധര പറയണേ, ഗൗതം നീ ഇങ്ങനെ ധൃതി വെക്കല്ലേ, എനിക്ക് നിധിയെ പുറത്തിറക്കണം, അതല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് വേണ്ടത്. ഈ നിധിയെ പുറത്തിറക്കാൻ വേണ്ടി പല വഴികളും നോക്കിയിട്ടുണ്ടാകുമല്ലോ, അതൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എന്തായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, പിന്നെ എന്തിനാണ് എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? നിധിയെ പുറത്തിറക്കാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്, അത് നീ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ കാര്യം പറയും, അത് കേട്ടിട്ട് ഞാൻ പറയാം എന്തു വേണമെന്നുള്ളത് എന്ന് ഗൗതം പറയട്ടോ. അങ്ങനെ ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവരെന്താണാവോ ഈ ഉദ്ദേശിക്കുന്നത്? നിധിയെ പുറത്തിറക്കാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കിയത്, എന്നിട്ടിപ്പോൾ ഇവരെന്താ ഇങ്ങനെ പറയുന്നത്? നിധിയെ പുറത്തിറക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത്, അപ്പോൾ ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവില്ലേ? ശിവാനി മനസ്സിൽ ചിന്തിക്കേണ്ടോ. അങ്ങനെ വസുന്ധര ഗൗതമിനോട് പറയണേ, ഞാൻ പറഞ്ഞാൽ ശിവാനി അനുസരിക്കും, ശിവാനിയാണ് നിധിക്കെതിരെയുള്ള പരാതി കൊടുത്തത്, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഉറപ്പായും ശിവാനി ആ പരാതി പിൻവലിക്കാൻ തയ്യാറാവും, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഗൗതം നീ കേൾക്കണം, എങ്കിലാണ് നിധിയെ പുറത്തിറക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഗൗതം ചോദിക്കേണ്ടോ. അപ്പോൾ വസുന്ധര പറയണേ, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നീ പെട്ടെന്ന് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, ഞാൻ പറയുന്നത് നീ ശാന്തമായി കേൾക്കണം എന്ന് പറഞ്ഞ് വസുന്ധര പറയണേ, നിധിയെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ ശിവാനിയോട് സംസാരിച്ചോളാം, ശിവാനി ഞാൻ പറയുന്നത് അനുസരിക്കുകയും ചെയ്യും, പക്ഷേ നീ എന്നേക്കുമായി നിധിയെ ഉപേക്ഷിക്കണം, നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിധി ഉണ്ടാവാൻ പാടില്ല, എന്നിട്ട് നീ ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു വരണം എന്നങ്ങ് പറയുമ്പോൾ ഗൗതം അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കാൻ, എന്താണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഇതിനാണോ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല, എൻ്റെ നിധിയെ പുറത്തിറക്കാനുള്ള വഴിയൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം, നിങ്ങൾ ഇത് പറയാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്? നിങ്ങൾക്കിത് എന്നോട് എങ്ങനെ പറയാൻ തോന്നി? എനിക്ക് നിധിയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത് എന്നും പറഞ്ഞ് ഗൗതം വസുന്ധരയുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അത് ശരി, ഇവരുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലേ, ഇത് നടന്നത് തന്നെ എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ഗൗതം വസുന്ധരയോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാണ്ടോ. അപ്പോൾ വസുന്ധര പറയണേ, ഗൗതം നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ നീ എന്നെ കാണാൻ വീണ്ടും വരും, എന്നിട്ട് നിധിയെ പുറത്തിറക്കാൻ വേണ്ടി നീ എന്നോട് വീണ്ടും ആവശ്യപ്പെടും എന്ന് വസുന്ധര ഗൗതമിനോട് പറയുമ്പോൾ ഗൗതം പറയണേ, ഒരിക്കലും നിങ്ങളെ കാണാൻ ഞാൻ ഇനി വരില്ല, എൻ്റെ നിധിയെ പുറത്തിറക്കാനുള്ള വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളും, അത് എവിടെ പോയാലും ഏത് അറ്റം വരെയും ഞാൻ പോവും എൻ്റെ നിധിയെ പുറത്തിറക്കാൻ വേണ്ടി എന്നും പറഞ്ഞിട്ടാണ് ഗൗതം അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ശിവാനി വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല ആൻറ്റി ഇതാണോ ഉദ്ദേശിച്ചത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിധിയെ അകത്താക്കിയത്, എന്നിട്ടിപ്പോൾ ആൻറ്റി എന്താ ഗൗതമിനോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടണം, അതാണ് എനിക്ക് വേണ്ടത്, നിധിയെ വെറുതെ വിട്ടാലും ശരി, എനിക്കൊരു കുഴപ്പവുമില്ല, പക്ഷേ ഒരിക്കലും നിധിയും ഗൗതമും ഒരുമിച്ച് ജീവിക്കരുത്, അതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ഗൗതമിനെ, എൻ്റെ പഴയ ഗൗതമിനെ എനിക്ക് തിരിച്ചു വേണം, എന്നിട്ട് ഈശ്വരമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവണം, അതാണ് എനിക്ക് വേണ്ടത്, അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറയട്ടോ. നീ കണ്ടോ ശിവാനി, ഗൗതം വീണ്ടും എന്നെ കാണാൻ വേണ്ടി വരും, നിധിയെ പുറത്തിറക്കാൻ വേണ്ടി ഗൗതമിന് ഒരിക്കലും സാധിക്കില്ല, ഗൗതം എത്ര തന്നെ ശ്രമിച്ചാലും ശരി നിധിയെ പുറത്തിറക്കാൻ അവന് കഴിയില്ല, അപ്പോൾ എന്നെ കാണാൻ വീണ്ടും ഗൗതം വരും, നീ കണ്ടോ എന്ന് പറയട്ടോ. അപ്പോൾ ശിവാനി, ഇവർ പറഞ്ഞതുപോലെ ആവോ, ഗൗതം വീണ്ടും അവിടേക്ക് തിരിച്ചു വരും, അങ്ങനെയാണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തതുപോലെയൊന്നും നടക്കില്ലല്ലോ എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. ആ സ്വത്തുക്കളുടെ എല്ലാ അവകാശി ഞാനും പ്രണവും മാത്രമായിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളികളൊക്കെ കളിക്കുന്നത് എന്നൊക്കെ ശിവാനി ആ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല, ഗൗതം ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, നിധിയെ ഒരിക്കലും ഗൗതം പിരിഞ്ഞ് ജീവിക്കുകയുമില്ല, നിങ്ങൾ ഈ മനസ്സിൽ കണക്ക് കൂട്ടുന്നതൊന്നും നടക്കില്ല എന്നൊക്കെ ശിവാനി ആ സമയം മനസ്സിൽ ചിന്തിച്ചു കൂട്ടാണ്. അപ്പോൾ വസുന്ധരയുടെ കണക്ക് കൂട്ടലുകൾ, ഗൗതം ഉറപ്പായും എന്നെ കാണാൻ വേണ്ടി വരും, എന്നിട്ട് നിധിയെ പുറത്തിറക്കാനുള്ള വഴി അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ അനുസരിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് വസുന്ധര മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. പിന്നീട് ശിവാനിയുടെ അടുത്തേക്ക് ശിവാനി ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് സന്തോഷത്തിൽ നിധിയെ അകത്താക്കിയതിൻ്റെ പേരിൽ
സന്തോഷിച്ച് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് പാർവതി വരുന്നത്. എന്നിട്ട് പാർവതി നല്ല നയത്തിൽ ശിവാനിയോട് സംസാരിക്കുകയാണ്. മോളെ ശിവാനി, നീ നിധിക്കെതിരെ കൊടുത്ത കേസ് പിൻവലിക്കണം. നിധി നിരപരാധിയാണ്. നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, നീ ചെറുപ്പം മുതലേ നിധിയെ കാണുന്നതല്ലേ. ഒരിക്കലും നിന്റെ കുഞ്ഞുങ്ങളെ കളയാൻ നിധി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിനക്ക് കൂടി അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാണ് മോളെ നിധിയെ നീ ജയിലിലിട്ട് കഷ്ടപ്പെടുത്തുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ അമ്മായിയുടെ മോളല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശിവാനിയെ മയപ്പെടുത്താൻ വേണ്ടി പാർവതി ശ്രമിക്കുകയാണ്. അപ്പോൾ ശിവാനി പറയണേ, എന്നോട് ചെയ്തതിന് അപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ലേ? അമ്മയുടെ പേരക്കുട്ടികളെയാണ് അവൾ കളയാൻ നോക്കിയത് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിധി അങ്ങനെ ചെയ്യില്ല എന്ന് നിനക്ക് തന്നെ അറിയില്ലേ? അവൾക്ക് ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു, നീ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത്. അത് തെളിയിക്കാൻ വേണ്ടി നിന്നെ ചെറുതായി ബോധം കെടുത്തിയ ശേഷം ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി പരിശോധിക്കാം എന്നാണ് അവൾ കണക്ക് കൂട്ടിയത്. അല്ലാതെ നിന്നെയും കുഞ്ഞുങ്ങളെയും കൊല്ലാനൊന്നും അവൾ ഒരിക്കലും ശ്രമിക്കില്ല. അത് നിനക്ക് കൂടി അറിയില്ലേ ശിവാനി എന്ന് പറയട്ടോ. അപ്പോൾ എന്താ അമ്മ വീണ്ടും ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ആ മയക്കുമരുന്ന് കഴിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല അല്ലേ? മൂത്ത മരുമകളോടാണ് അമ്മയ്ക്ക് വീണ്ടും സ്നേഹവും അടുപ്പും. അവളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അമ്മയുടെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞ് പാർവതിയുടെ നേരെ ശിവാനി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി, നിനക്ക് നന്നായിട്ട് അറിയാം നിധിയുടെ സ്വഭാവം. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നിനക്കും അറിയാം. പിന്നെ എന്തിനാണ് മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഒന്ന് ഗൗതമിനെ ആലോചിച്ച് നോക്ക്. അവനക്ക് ഒരു നിമിഷം പോലും നിധിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവനാകെ തകർന്നു പോവും. നീ എന്താ അതൊന്നും ചിന്തിക്കാത്തത്? മോളൊന്ന് വിചാരിച്ചാൽ നിധി ഉറപ്പായും രക്ഷപ്പെടും. നിധിക്കെതിരെ കൊടുത്ത പരാതി നീ പിൻവലിക്കണം എന്ന് പറയുമ്പോൾ അപ്പോഴും അമ്മ ഗൗതമിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രണവിനെ കുറിച്ച് ഒരു നിമിഷം പോലും അമ്മ ചിന്തിക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രണവിൻ്റെ അവസ്ഥ എന്താവും? പ്രണവ് തകർന്നു പോവില്ലേ? അതെന്താ അമ്മ ചിന്തിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി അങ്ങ് പെട്ടെന്ന് പതറുകയാണ്. വാണി, നീ എന്താ ഇങ്ങനെ പറയുന്നത്? എൻ്റെ രണ്ട് കൃഷ്ണമണികൾ പോലെയാണ് ഗൗതമും പ്രണവും. എനിക്ക് രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയട്ടെ. അത് കേട്ടും കൊണ്ടാണ് പ്രണവ് അവിടേക്ക് വരുന്നത്. അപ്പോൾ പാർവതി പറയണം, മോനെ പ്രണവ്, നീ ഒന്ന് ശിവാനിയെ പറഞ്ഞ് മനസ്സിലാക്ക്. നിനക്കറിയില്ലേ നിന്റെ ഏട്ടത്തിയെ? അവൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി ശ്രമിക്കില്ല. ഇത് എന്തോ ഒരു അബദ്ധം സംഭവിച്ചതാണെന്ന് പറയുമ്പോൾ അമ്മ വീണ്ടും ഏട്ടത്തിയെ ന്യായീകരിക്കുകയാണ്. അവർക്ക് ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല. അവരെൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത്. അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവർക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ടും എന്തെല്ലാം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അവരെന്തിനാണ് എന്നോടും എൻ്റെ കുഞ്ഞുങ്ങളോടും ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ നോക്കിയത്? അതുകൊണ്ട് ഞാൻ അവരോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ ശിവാനി, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് പ്രണവിനെ എന്ന് പറയുമ്പോൾ പ്രണവും ശിവാനി പാർവതി പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ പ്രണവ് അവസാനം പറയണേ, എന്തായാലും നാളെ തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഏട്ടത്തിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകണം എന്ന് പറയട്ടോ. അപ്പോൾ പാർവതി പറയണേ, നമുക്ക് രണ്ടു പേർക്കും പോവാം, പക്ഷേ നീ ഒന്ന് ശിവാനിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഏട്ടത്തിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ശിവാനിയോട് സംസാരിക്കാം എന്ന് പറയാണ്. അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവനെന്തിനാ ഇപ്പോൾ നിധിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകുന്നത്? ഇവനെങ്ങാനും ഇനിയിപ്പോൾ നിധി പറയുന്ന വാക്കുകൾ വിശ്വസിക്കുമോ? അങ്ങനെയാകുമ്പോൾ ഇവൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് പരാതി പിൻവലിക്കേണ്ടി വരും. എന്ത് ചെയ്യും എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പാർവതിയും പ്രണവും കൂടി നിധിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവുകയാണ്. എന്നിട്ട് നിധിയോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധിയോട് പ്രണവ് ഒരു കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. ഏട്ടത്തിയോട് എനിക്ക് ഒരേ ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്. ഏട്ടത്തി ശിവാനിക്ക് ഇളനീർ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തോ എന്നങ്ങ് ചോദിക്കുമ്പോൾ സത്യം മാത്രം മതി എന്നോട് പറയൽ, ബാക്കിയൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുമ്പോൾ നിധിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ നിധി, അതെ ഞാൻ ചേർത്തിട്ടുണ്ട്, ഞാൻ മയക്കുമരുന്ന് ചേർത്തു എന്നങ്ങ് പറയുമ്പോൾ പ്രണവ് അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ ദ്രോഹം ശിവാനിയോടും എൻ്റെ കുഞ്ഞുങ്ങളോടും ചെയ്യാൻ വേണ്ടി നോക്കിയത്? നിങ്ങൾ ഇത്രയ്ക്ക് വലിയ ദ്രോഹം എൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയുമ്പോൾ പ്രണവ്, നീ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുന്നു. ശിവാനിയെ ഞാൻ മയക്കുമരുന്ന് ചേർത്തു എന്നുള്ളത് ശരി തന്നെയാണ്. അവൾ കുടിക്കുന്ന ജ്യൂസിൽ ചേർത്തു എന്ന് ശരി തന്നെയാണ്. പക്ഷേ അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല. ശിവാനി ഗർഭിണിയല്ല എന്നങ്ങ് വാക്ക് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും പാർവതി നിധിയെ പെട്ടെന്നങ്ങ് തുറിച്ചു നോക്കുകയാണ്. വേണ്ട, അവനോട് ഇക്കാര്യം പറയരുത് എന്നങ്ങ് പറയുകയാണ്, കണ്ണോട് കാണിച്ച് പറയുകയാണ്. അതോടുകൂടി നിധി പിന്നെ അക്കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ. അപ്പോൾ പ്രണവ് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ പറയാൻ വേണ്ടി വന്നത്? നിങ്ങൾക്ക് എന്താ ഇനി ഒന്നും പറയാനില്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം വിട്ടുതരാം എന്ന് പറഞ്ഞതല്ലേ? എൻ്റെ സ്വത്തുക്കളും എല്ലാം തന്നെ നിങ്ങൾക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞതാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് കരുതിയതാണ്. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു ദ്രോഹം എൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ വേണ്ടി നോക്കിയത് എന്ന് പറഞ്ഞ് പ്രണവ് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴൊക്കെ നിധി ഒരുപാട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നു.
ചോദിക്കുമ്പോഴും നിങ്ങൾ ഇനി കൂടുതൽ സംസാരിക്കേണ്ട എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ പ്രണവ് അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ കേട്ടോ. അങ്ങനെ പാർവതി നിധിയോട് പറയണ്, മോളെ ചതിയിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും മോളെ, എന്ത് ചെയ്യും എന്നൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാർവതി ചോദിക്കുമ്പോൾ അമ്മ വിഷമിക്കല്ലേ, ഗൗതം ശ്രമിക്കുന്നുണ്ട്, ഗൗതം ഉറപ്പായും എന്നെ പുറത്തിറക്കും, അതിനുള്ള പരിശ്രമത്തിലാണ് ഗൗതം, എൻ്റെ നിരപരാധിത്വം ഗൗതം തെളിയിക്കും എന്നൊക്കെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പാർവതിയോട് നിധി സംസാരിക്കുകയാണ്. അങ്ങനെ പാർവതി പ്രണവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രണവ് ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മ വീണ്ടും ആ സ്ത്രീയോട് സംസാരിക്കാൻ വേണ്ടി നിന്നത്, എന്താണ് ഇനിയും അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത്, എൻ്റെ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി നോക്കി അവർക്ക് ഇനി മാപ്പില്ല, ഞാൻ ഇനി അവരെ എൻ്റെ ഏട്ടത്തിയായി കാണുകയുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പാർവതി ഒന്നും മിണ്ടുന്നില്ല. പ്രണവിനോട് ഇനി എന്ത് പറഞ്ഞാലും പ്രണവ് അത് കേൾക്കാൻ കൂട്ടാക്കില്ല, അതുകൊണ്ട് ഇനി തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കാമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വിഷമത്തോടു കൂടി പ്രണവ് നിധിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ വിഷമത്തോടു കൂടിയിട്ടാണ് പാർവതി കേൾക്കുന്നത്. അങ്ങനെ നിധി പ്രണവും പാർവതിയും പോയി കഴിഞ്ഞ ശേഷം നിധി വിഷമിച്ചിങ്ങനെ ആലോചിച്ച് ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് ജയിൽ വാർഡൻ വരുന്നത്. എന്നിട്ട് ആ ജയിൽ വാർഡൻ ഒരു ഗർഭിണിയായിരിക്കും കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെടുകയാണ് നിധിയോട്, നീ എന്താ ഇവിടേക്ക് സുഖവാസത്തിന് വന്നതാണോ, നിനക്കെന്താ ജോലിയൊന്നുമില്ലേ, പോയി ജോലി എടുക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ കേട്ടോ. അങ്ങനെ നിധി ജോലി എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഒരു ജയിൽ പുള്ളി ഈ സ്ത്രീയെ തന്നെ നോക്കുന്നത്, ഈ ജയിൽ വാർഡനെ തന്നെ നോക്കുന്നത്. എന്നിട്ട് അവരുടെ ആ ഒരു നിൽപ്പും ഭാവവും കാണുമ്പോൾ നിധിക്ക് ഒരു സംശയം വരാണ്, ഇവരെന്തിനാണ് ആ ജയിൽ വാർഡനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിൽ നോക്കുന്നത്, അവരൊരു ഗർഭിണിയാണല്ലോ, എന്താണാവോ ഇവരുടെ മനസ്സിൽ എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ ആ ഒരു ജയിൽ പുള്ളിയെ തന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു ഗ്ലാസ് സപ്പോട്ട ജ്യൂസ് കാണുകയാണ് കേട്ടോ. അപ്പോൾ ആ ജ്യൂസിലേക്ക് എന്തോ ഒരു പൊടി ചേർക്കുന്നത് നിധി കാണുകയാണ്. അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതെന്തോ ഒരു പന്തികേടുണ്ടല്ലോ, എന്താണ് ഇവർ കാണിക്കുന്നത് എന്ന് നിധി മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് ആ ജയിൽ പുള്ളി ഈ ജയിൽ വാർഡൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മേഡം ദാ ഈ ജ്യൂസ് കുടിച്ചോളൂ, ഇത് സപ്പോട്ട ജ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ആ ഗർഭിണിയായ ജയിൽ വാർഡന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നിധി ഓടി ചെല്ലുകയാണ്. എന്നിട്ട് അവരുടെ കയ്യിലുള്ള ആ ജ്യൂസ് അങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ. മേഡം ഇത് കുടിക്കരുത്, ഈ നിൽക്കുന്ന ഇവർ ഇതിലെന്തോ ഒന്ന് കലക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നീ വെറുതെ പച്ചക്കള്ളം പറയരുത്, മേഡത്തിന് ഷുഗർ കുറവായത് കൊണ്ട് കുറച്ചുകൂടി ഷുഗർ ഇട്ടതാണ് ഞാൻ എന്ന് പറയുമ്പോൾ, ഇല്ല മേഡം ഇവർ ഇതിലെന്തോ ചേർത്തിട്ടുണ്ട്, മേഡത്തിന് തരുന്നതിന് മുന്നെയാണ് ഇവർ ഇതിൽ ചേർത്തിട്ടുള്ളത്, ദാ നോക്കൂ ഈ ഗ്ലാസ്സിലേക്കൊന്ന് നോക്കൂ എന്ന് പറയട്ടോ. എന്നിട്ട് ആ ജയിൽ വാർഡൻ ആ ഗ്ലാസ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് പൊടികളൊക്കെ ഗ്ലാസ്സിന് അടിയിൽ കിടക്കുന്നത് കാണാണ്. അപ്പോൾ അതെടുത്ത് നോക്കുന്ന സമയത്ത് അത് ഷുഗർ അല്ല, പഞ്ചസാരയല്ല എന്ന് മനസ്സിലാവുകയാണ്. അതോടുകൂടി ഇതെന്താണ്, ഇതിൽ നീ എന്താണ് ചേർത്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ ജയിൽ പുലി ഒന്നങ്ങ് പതറുകയാണ് കേട്ടോ. അതോടുകൂടി ഗർഭിണിയായ ആ ജയിൽ വാർഡൻ ആ ജയിൽ പുലിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, മര്യാദക്ക് നീ ജയിൽ സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക് നടക്ക്, നിനക്കുള്ള പണി ഞാൻ തന്നിരിക്കും, എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി നോക്കുന്നു, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് നീ ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ പക വീട്ടിയതല്ലേടി നീ, നിനക്കുള്ളത് ഞാൻ തന്നിരിക്കും, ഞാൻ ജയിൽ സൂപ്രണ്ടിനോട് സംസാരിച്ച് നിനക്ക് നല്ല ശിക്ഷ വാങ്ങിച്ചു തന്നിരിക്കും എന്ന് പറഞ്ഞ് ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് ജയിൽ പുള്ളിയെ കൊണ്ടുപോകാൻ കേട്ടോ. എന്നിട്ട് നിധിയോട് ആ ജയിൽ വാർഡൻ നന്ദി പറയുകയാണ്, നിൻ്റെ കേസും നിൻ്റെ ഈ സ്വഭാവം തമ്മിൽ ഒരു യോജിപ്പുമില്ലല്ലോ, നീ ഒരു പെൺകുട്ടിയുടെ ഗർഭം കളയാൻ നോക്കി എന്നാണല്ലോ നിനക്കുള്ള പരാതി, പക്ഷേ നീ അങ്ങനെ ഒന്ന് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ട് നിന്നെ കണ്ടാൽ തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നിധി പറയണ്, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് തന്നെയാണ് മേഡം ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്, എല്ലാവരും കൂടി എൻ്റെ മേലിൽ കള്ളസാക്ഷിയും മൊഴിയും പരാതിയും കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ മേഡത്തിനോട് എല്ലാ കാര്യം തുറന്നു പറയാം എന്ന് പറഞ്ഞ് നിധി എല്ലാ കാര്യങ്ങളും ആ ജയിൽ വാർഡൻ്റെ മുന്നിൽ അങ്ങ് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആ ജയിൽ വാർഡൻ പറയണേ, നിധി നീ നിരപരാധിയാണെന്നുള്ളത് എനിക്കിപ്പോൾ ഇത് കേട്ടപ്പോൾ മനസ്സിലാകുന്നുണ്ട്, നിനക്ക് വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യും, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് ജയിൽ വാർഡൻ നിധിയോട് പറയണം.